അഖില ഭാരത സമന്വയ ബൈഠക് RSSനെ സംബന്ധിച്ചിടത്തോളം അത്ര സുപ്രധാനമായ കർമ്മ പരിപാടിയാണ്. ഇന്ത്യയിലെ RSSനെ നിയന്ത്രിക്കുന്നതും ഭാവി പരിപാടികൾക്ക് സജ്ജമാക്കുകയുമാണ് പരിപാടിയുടെ ലക്ഷ്യം. ന്യൂനപക്ഷ വിരോധവും ഹൈന്ദവ ഭാരതവും എല്ലാം ലക്ഷ്യം വെച്ച് നടക്കുന്ന RSS ബൈഠക്കിൽ കുറി പക്ഷേ ലക്ഷ്യം വെക്കുന്നത് BJP ആണ്. ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് RSS BJP ഉന്നം വെച്ചുകൊണ്ട് ബൈഠക് സംഘടിപ്പിക്കുന്നത്. എന്തായാലും അഖില ഭാരത സമന്വയ ബൈഠക് BJPക്ക് കൂച്ചുവിലങ്ങുന്ന കടുത്ത തീരുമാനങ്ങൾ എടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. ഇരു സംഘടനകളും തമ്മിലുള്ള ബന്ധം അടുത്ത കാലത്ത് വഷളായ പശ്ചാത്തലത്തിലാണ് പരിവാർ സംഘടനകളുടെ സംയുക്ത യോഗം ചേരുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP അധ്യക്ഷൻ JP നദ്ദ RSSനെ കുറിച്ച് നടത്തിയ പരാമർശവും അതിൽ RSS നേതൃത്വത്തിൽ നിന്നുണ്ടായ പ്രതികരണവും പരിവാർ സംഘടനകളിലും പുറത്തും വലിയ ചർച്ചകളായിരുന്നു. ഇത് തന്നെയാണ് സമന്വയ ബൈഠക്കിന്റെയും പ്രധാന ചർച്ച. BJPയുടെ തുടക്കകാലത്ത് വലിയ ശക്തിയില്ലാതിരുന്നപ്പോൾ RSSന്റെ സഹായം വേണ്ടിയിരുന്നു. ഇപ്പോൾ BJP വളർന്നിരിക്കുന്നു, RSSന്റെ സഹായം ഇല്ലാതെയും നിൽക്കാം. ഇതായിരുന്നു RSSനെ ചൊടിപ്പിച്ച JP നദ്ദയുടെ വിവാദ പരാമർശം. BJP അടക്കമുള്ള പരിവാർ സംഘടനകളുടെ സംസ്ഥാന ഘടകങ്ങളിലേക്ക് സംഘടനാ സെക്രട്ടറിയായി RSS പ്രചാരകനെ നിയോഗിക്കുന്നതാണ് കീഴ്വഴക്കം. ഇങ്ങനെ നിയോഗിക്കപ്പെടുന്ന സംഘടനാ സെക്രട്ടറിക്ക് ഏതാണ്ട് BJP സംസ്ഥാന പ്രസിഡന്റിനോട് തുല്യമാണ് അധികാരം. കേരളത്തിലെ പക്ഷേ ആ രീതിയിൽ RSS BJP പോര് കടുപ്പിക്കുകയാണ് ചെയ്തത്. സംഘടനാ സെക്രട്ടറി K സുഭാഷിന്റെ പരിഷ്കരണങ്ങളോട് സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ വിയോജിച്ചതോടെ തുടക്കമിട്ട ചേരിപ്പോര സംസ്ഥാനം ഒഴിയുവാനുള്ള സുഭാഷിന്റെ ആവശ്യപ്രകാരം RSS നേതൃത്വം പ്രത്യേക യോഗം വിളിച്ചുകൂട്ടി സംഘടനാ സെക്രട്ടറിയെ പിൻവലിക്കുന്നതിൽ വരെ എത്തിയത് കേരളം കണ്ടതാണ്. കർണാടകയിലെ സമാന പ്രശ്നത്തിന്റെ പേരിൽ ഇതിൽ 5 മാസം മുൻപേ പ്രചാരകനെ പിൻവലിച്ചിരുന്നു. മറ്റു പലയിടങ്ങളിലും ഈ വിധത്തിലുള്ള അംഗം മുറുകിയതോടെ അതൃപ്തിയിലായ RSS നേതൃത്വം കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകുന്നതുവരെ പരിവാർ സംഘടനയിലേക്ക് സംഘടനാ സെക്രട്ടറിമാരെ നിയോഗിക്കേണ്ടതില്ല എന്ന കടുത്ത തീരുമാനമെടുക്കുകയും ചെയ്തു. ഇതോടെ സംഘപരിവാറിൽ ഒരു ചേരിതിരിവിന് സാധ്യതയുണ്ടെന്നുള്ള നിരീക്ഷണങ്ങൾ ദേശീയ മാധ്യമങ്ങളിൽ വരെ ശക്തമായി. ഇതിന് പിന്നാലെയാണ് BJP അധ്യക്ഷ സ്ഥാനത്ത് ഒരു 2ാം ഊഴം ആഗ്രഹിച്ചിരുന്ന JP നദ്ദയുടെ മുന്നിൽ അതിനുള്ള പഴുതടയ്ക്കുവാനും RSS തയ്യാറായത്. ഇതോടൊപ്പം RSS പ്രചാരകനോ RSS നേതൃത്വത്തിന് താല്പര്യമുള്ളവരോ ആയ ചില മുതിർന്ന നേതാക്കളുടെ പട്ടിക BJP അധ്യക്ഷ സ്ഥാനത്തേക്ക് RSS തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിലാണ് 32 സംഘപരിവാർ സംഘടനകളുടെ യോഗം പാലക്കാട് വിളിച്ചിരിക്കുന്നത്. BJP പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള ചർച്ചകളാകും മുഖ്യമായും ബൈഠക്കിലുണ്ടാവുക. പരിവാർ സംഘടനകളുടെ അധ്യക്ഷന്മാരും സംഘടനാ ജനറൽ സെക്രട്ടറിമാരും അടക്കം 300 പേരാണ് പാലക്കാട് ബൈഠക്കിൽ പങ്കെടുക്കുന്നത്.